പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പങ്കുവെക്കുന്നത് മദീനയിലെ മസ്ജിദ് നബിയുടെ പുറത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ. മസ്ജിദ് നബിയുടെ പുറത്തേക്കുള്ള ബാബുസലാം വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ നമ്മളിങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വളരെ ചരിത്ര പ്രധാനമായ അതിമനോഹരമായ ഒരു പള്ളി കാണാം കേട്ടോ. ഈ പള്ളിൻ്റെ പേരാണ് മസ്ജിദ് ഗമാമ. അത് നമ്മളെ ബോർഡ് കാണില്ലേ, അതാണ് അതിൻ്റെ പേര്. മദീനയിൽ ഒരു വരൾച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇസ്തിസ്കാ, അതായത് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവും പ്രാർത്ഥനയും നിർവഹിച്ച സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം. കൊടുംചൂടിൽ, അതായത് ആ പ്രാർത്ഥനാ വേളയിൽ നബിതങ്ങൾക്ക് ഇവിടെ വെച്ച് മേഘം തണൽത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മേഘം തണൽ നൽകിയ പള്ളി എന്ന അർത്ഥം വരുന്ന മസ്ജിദ് ഗമാമ എന്ന പേര് വന്നു കേട്ടോ. സ്വഹീൽ ബുഖാരിയിൽ 1024 ഹദീസായിട്ടും മുസ്ലിമിൽ 894 ഹദീസായിട്ടും ഈ ചരിത്രം പറയുന്നുണ്ട്. നബിതങ്ങളുടെ കാലശേഷം ഉമവി ഖലീഫമാരുടെ ഭരണകാലത്താണ് ഇവിടെ ആദ്യമായിട്ടൊരു പള്ളി നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് അത് ഘട്ടം ഘട്ടമായിട്ട് പുതുക്കി പണിതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന അതിമനോഹരമായ രീതിയിലേക്ക് പിന്നീട് മാറി വന്നതാട്ടോ. ഇതാണ് ഈ പള്ളീൻ്റെ ചരിത്രം. മദീനയിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് വരാം. ഓക്കെ, ബൈ.